പൊതുവെ ആളുകൾ ചോദിക്കാറുണ്ട്, ഈ മുജാഹിദായാലും ജമാഅത്ത് ഇസ്ലാമി ആയാലും മറ്റിതര വിഭാഗങ്ങളായാലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഇവരെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തിനാണ് ദിക്ർ ചെല്ലണത്? എന്തിനാണ് നിങ്ങൾ ദിക്ർ ചെല്ലണത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒച്ചത്തിൽ യാസീൻ ഓതുന്നത്? മരിച്ചു കഴിഞ്ഞാൽ യാസീൻ ഓതുമ്പോൾ എന്താ ഗുണം? അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. പിന്നെ ഖബറുകളിൽ ചെന്നിട്ട് നിങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അത് ഖബറിലുള്ള ആൾക്കാർ കേൾക്കുന്നുണ്ടോ? ഇനി മരണപ്പെട്ടു പോയ ഏതെങ്കിലും സൂഫികളുടെ ദർഗയിൽ ചെന്നിട്ട് അവിടെ നിന്ന് നിങ്ങളൊരു ഫാത്തിഹ ഓതിയാൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ അവരെങ്ങനെ കേൾക്കും എന്നാണ് ചോദ്യം. അപ്പം ഇത്തരം ചോദ്യങ്ങൾ ഒരു ഭൗതികമായ രീതിയിൽ ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം പറയുക എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. മരിച്ചുപോയൊരു ശരീരം, അയാളുടെ കേൾവി നഷ്ടപ്പെട്ടു, കാഴ്ച നഷ്ടപ്പെട്ടു, ശരീരത്തിൻ്റെ അനക്കം നഷ്ടപ്പെട്ടു, ജീർണിച്ച ശരീരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ നിന്നിട്ട് അൽ-ഫാത്തിഹ ഒരു യാസീനൊക്കെ ഓതുമ്പോൾ സത്യത്തിൽ ഈ ഖബറിൽ കിടക്കുന്ന ആൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭൗതികമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ആരും കേൾക്കുന്നില്ല എന്ന് തന്നെ കണ്ടെത്താനേ പറ്റുള്ളൂ. പക്ഷെ ഒരു ആത്മീയ തലത്തിലൂടെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഇടിപ്പ് നമുക്ക് എങ്ങനെ കേൾക്കാൻ പറ്റും? ഇടിക്കേണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഹാർട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഈ സാധനം ഇടിക്കുന്നുണ്ട്, അതിൻ്റെ ശബ്ദം നമ്മളെങ്ങനെ കേൾക്കും? എന്നാൽ ഇടിക്കേണ്ടെന്നുള്ള സത്യമാണ്. എന്നാൽ നമ്മൾ കേൾക്കുന്നുമില്ല. നമുക്ക് ചെവി കൊണ്ടുപോയിട്ട് ഇവിടെ വെച്ചിട്ട് കേൾക്കാൻ പറ്റുമോ? വേറൊരാൾക്ക് കേൾക്കാൻ പറ്റും. വേറൊരാൾ വന്ന് നമ്മുടെ നെഞ്ചിൻ്റെ അവിടെ ഇങ്ങനെ പയ്യെ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ടിക് ടിക് എന്ന് ഇടിക്കുന്ന സൗണ്ട് അയാൾക്ക് കേൾക്കാൻ പറ്റും, പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റും. അയാൾക്കിടെ നമുക്ക് കേൾക്കാൻ പറ്റും, നമ്മുടെ അയാൾക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം, അല്ലേ? നമ്മുടെ അയാൾക്ക് കേൾക്കാൻ പറ്റും, അയാളുടെ നമുക്ക് കേൾക്കാൻ പറ്റും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക എന്നതുപോലെ തന്നെയാണ് ഈ കേൾക്കൽ, ഈ വിഷയത്തെ കേൾക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുകൂടിയിരിക്കുന്ന നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ കാഴ്ചപ്പാടുകൾ കൊണ്ട്, അങ്ങനെ പലതരത്തിലും നമ്മളുടെ ഈ ഒരു ദിവസത്തെ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെയും, ആ കാലത്ത് എഴുന്നേറ്റിട്ട് വൈകുന്നേരം വരെയും നമ്മുടെ ശരീരം എങ്ങനെ നിൽക്കുന്നു, അതിലെത്രത്തോളം അഴുക്ക് പറ്റിയിട്ടുണ്ട് ആ ശരീരത്തിൽ. ഓരോ ജോലിക്കനുസരിച്ചുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള കാഠിന്യമായിട്ടുള്ള അഴുക്കുകളായിരിക്കും ബോഡിയിൽ കയറണം. അപ്പോൾ പുറമേ ഉള്ളതൊക്കെ നമ്മൾ സോപ്പും സാധനമൊക്കെ വെച്ച് കഴുകി വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് സ്വസ്ഥനാവാം, എല്ലാം പോയി. നമ്മളങ്ങനെ നമ്മൾ തന്നെ സമാധാനപ്പെടണം, എല്ലാം പോയി, എല്ലാ അഴുക്കും പോയി നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കുളിച്ചിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പറയും, നീ എന്ത് കുളിക്കലാണ് കുളിച്ചത്, പുറത്ത് സോപ്പിരിക്കാൻ കണ്ടുകൂടെ? എന്നാൽ നമ്മൾ കുളിച്ചാൽ നമ്മൾ പുറത്ത് സോപ്പുള്ള നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഉമ്മ തന്നെ മേത്തിട്ട് ചിലപ്പോൾ വെള്ളം കൊണ്ട് വരക്കും പറയും, മേത്ത് മൊത്തം ചേറാണ്, നീ എന്തുകൊണ്ട് കുളിയാടെ കുളിച്ചാലെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന് നമ്മളെ മേത്തിട്ട് ഉരച്ചൊന്ന് കുളിപ്പിക്കും. അപ്പോൾ സത്യത്തിൽ നമ്മുടെ ശരീരത്തിലെ അഴുക്കുകളൊക്കെ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടോയെന്ന് മറ്റൊരാൾക്കാണ് മനസ്സിലാക്കുന്നത്, നമുക്ക് മനസ്സിലാകണില്ല. നമ്മൾ സ്വയം മനസ്സിലാക്കണ എല്ലാം പോയി, ക്ലീനായി, നമ്മുടെ ഒരു ആത്മസംതൃപ്തിയാണ്. എന്നാൽ വേറൊരാളുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ക്ലീനായിട്ടുമില്ല, അതാണ് രസം. അപ്പോൾ ഇവിടെയാണ് ഈ അള്ളാഹുവും മനുഷ്യരും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ. അള്ളാഹിൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യരൊന്നും ശരിയായിട്ടില്ല. മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ അള്ളാഹിനെ ശരിയാക്കാനും പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അള്ളാഹിനെ എങ്ങനെ ഇപ്പോൾ ശരിയാക്കും? കാരണം ഇപ്പോൾ അള്ളാഹിനെ എല്ലാവരും ശരിയായിക്കൊണ്ടിരിക്കുന്നതാണ്. പല രീതിയിലാണ് അള്ളാഹിനെ ശരിയാക്കുന്നത്. കാരണം ഇപ്പോൾ ഞാൻ ഈ മലപ്പുറത്തൊക്കെ ചെല്ലുമ്പോൾ ഈ മത്സ്യത്തിനെ കൊണ്ടുവന്നിട്ട് പല രീതിയിൽ പൊരിക്കുന്ന ആൾക്കാരുണ്ട്. പല സാധനങ്ങളും പല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുക. എന്നതുപോലെ തന്നെ ഈ പലർക്കും പലതരം പ്രശ്നങ്ങളാണ്. ഇവരെല്ലാവരും റബ്ബിനോട് പലതരത്തിലാണ് ചോദ്യങ്ങൾ. ഒരു ദിവസം തന്നെ എത്ര മെസ്സേജാണ് പോകുന്നത്? നമ്മൾ തന്നെ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു 10 പേര് തന്നെ ഒരു വിഷയം ലെറ്ററിൽ എഴുതി അയച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനി മെസ്സേജായിട്ട് അയച്ചാൽ തന്നെ ഈ എത്ര എണ്ണം പുള്ളിക്ക് ഇപ്പോൾ നോക്കാൻ പറ്റും, എത്ര എണ്ണത്തിൽ തീരുമാനം എടുക്കാൻ പറ്റും? അല്ലാഹു അദൃശ്യനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് പറയുമ്പോൾ കോടാനുകോടി മുസ്ലിങ്ങളിൽ നിന്ന് ഡെയിലി മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അള്ളാഹിൻ്റെ അടുത്തേക്ക്. എന്തൊക്കെ മെസ്സേജുകളാണ്? എനിക്ക് വീടില്ല, എനിക്ക് മക്കളില്ല,
എനിക്ക് രോഗമാണ്, ഡോക്ടർ പറഞ്ഞു രക്ഷയില്ല, രക്ഷപ്പെടുത്തണം. ഇങ്ങനെ നിരവധി തരത്തിലുള്ള. അതിനേക്കാളും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേസാണ്, ഞാൻ കേസിൽ പെട്ടുപോയി, ഞാൻ പ്രയാസത്തിൽ പെട്ടുപോയി, എൻ്റെ പ്രയാസങ്ങൾ മാറ്റുന്ന തമ്പുരാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് മെസ്സേജുകളാണ് അള്ളാൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത് അയക്കുന്ന എല്ലാവർക്കും അപ്പോൾ തന്നെ എല്ലാത്തിനും ഫലം കിട്ടുക. ചില ആൾക്കാർ പറയും ഞങ്ങൾ കുറേ ആയി വിളിക്കുന്നത്, ഒന്നിനും പരിഹാരമില്ല. ഇപ്പോൾ വേറൊരാൾ പറയും എടാ നീ ഒന്ന് ശബരിമലക്ക് പോകും, മുസ്ലിമിനോട് ചിലപ്പോൾ എന്ത് പറയും, നീ ശബരിമലയ്ക്ക് പോകും, അവിടെ ചെന്ന് വിളിക്കും. പുള്ളി ഏതായാലും മറ്റേ പുള്ളിക്ക് തിരക്കായതുകൊണ്ട് നമ്മുടെ കയ്യിൽ എടുക്കാൻ ഇപ്പോൾ സമയമില്ല. അപ്പോൾ ശബരിമലയിൽ പോയി വിളിക്കും. അപ്പോൾ ശബരിമലയിൽ പോയി ചിലപ്പോൾ വിളിക്കുമ്പോൾ അവൻ്റെ കാര്യത്തിന് പരിഹാരം ഉണ്ടാവും. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ, അള്ളാനെ വിളിച്ചിട്ട് ഇപ്പോൾ പരിഹാരം ഉണ്ടായില്ല, ശബരിമലയിൽ പോയപ്പോൾ പരിഹാരം കിട്ടി. ഇനി ശബരിമലയിലും പോയിട്ട് വിളിച്ചിട്ടും രക്ഷയില്ല, അപ്പോൾ ഗുരുവായൂർ പോകാൻ. അപ്പോൾ ഗുരുവായൂർ നമുക്ക് പരിഹാരം കിട്ടി. അപ്പോൾ ഗുരുവായൂർ എനിക്ക് പ്രിയപ്പെട്ടതായി. എവിടെ നിന്നാണോ പരിഹാരം കിട്ടുന്നത് ആ സ്ഥലം പ്രിയപ്പെട്ടതാണ്. അപ്പോൾ എല്ലാം ദൈവത്തിലേക്ക് വിളിച്ചിട്ടും അവിടെ രക്ഷയില്ലാണ്ടാകുമ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് പോയിട്ടും വിളിക്കുമ്പോൾ ആ വിളിക്കുന്ന സ്ഥലത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ അയച്ച മെസ്സേജിനൊക്കെ ഉത്തരം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് സമയങ്ങളാണ് ഇതെല്ലാം. ഈ റബ്ബിലേക്ക് വിളിച്ചു പറഞ്ഞ കാര്യത്തിൻ്റെ ഉത്തരങ്ങൾ എത്തപ്പെടാനെടുക്കുന്ന സമയവും എത്തപ്പെടേണ്ട സ്ഥലവും ഇവൻ എത്തപ്പെടുന്നതാണ്. അത് രസം. എത്തപ്പെടേണ്ട സ്ഥലത്തേക്ക് ഇവൻ എത്തപ്പെടുന്നു. കാരണം അതിന് ഇത്ര 10 ദിവസം പിടിക്കും അത് ശരിയായി കിട്ടാൻ. പക്ഷെ ആ 10 ദിവസം പിടിക്കും. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു 10 ദിവസം കഴിയും എനിക്ക് ഉത്തരം കിട്ടാനെന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് എൻ്റെ ഒരു വസ്തുവിൻ്റെ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞു ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വാ. അപ്പോൾ നമുക്ക് മനസ്സിലായി 3 ദിവസം കഴിഞ്ഞിട്ട് വരാനാണ്. ആ 3 ദിവസം കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരും, നിങ്ങളുടെ നമ്പറൊക്കെ എത്താം, നമ്പർ കഴിഞ്ഞു പിന്നെ അവർ വിളിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു സമയം കൊടുക്കണം. സമയം കൊടുത്താണ് എല്ലാ കാര്യങ്ങളും ശരിയാവും. പെട്ടെന്ന് ശരിയാകുന്നൊരു കാര്യമില്ല. ഇപ്പം നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആഹാരമാണെങ്കിൽ പോലും അത് അപ്പോൾ തന്നെ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റില്ല. അതിനൊരു സമയമുണ്ട്, എല്ലാത്തിനും ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്തിൽ അത് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയം എല്ലാ സാധനത്തിനും സമയമുള്ള പോലെ തന്നെയാണ് ഞാൻ പറഞ്ഞു തന്ന വിഷയത്തിൽ ദിക്ർ എന്ന് പറയുന്നത്. ആ ദിക്ർ എന്ന് പറയുമ്പോൾ പല ആൾക്കാരും പലതരത്തിൽ ചോദിക്കും. ഇപ്പോൾ മുഹിദ്ദീൻ റാത്തീബിൻ്റെ അകത്ത് ചെല്ലുന്ന ദിക്റുകൾ അതിൽ പല ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. ആ ഹു ഹി ഹൈ എന്ന് പറയും. അപ്പോൾ പണ്ട് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദിൽപ്പെട്ട 2 സുഹൃത്തുക്കൾ എനിക്കുണ്ടായി. അപ്പോൾ അവരെന്നോട് ചോദിച്ച് നിങ്ങളുടെ ഈ റാത്തീബിൻ്റെ പരിഹാസ ചോദ്യം, ഇവിടെ ഈ റാത്തീബിൻ്റെ അകത്ത് ഹാ ഹു ഹി ഹൈ എന്നൊക്കെ പറയുന്നത് എന്താണിത് എന്ന് മനസ്സിലാകാനുള്ള. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞ് ഹാ എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുണ്ടാകുമ്പോൾ പറയുന്ന വാക്കാണ്. ഹൂ എന്ന് പറയണത് നല്ല ചൂടെടുക്കുന്ന സമയത്താണ് പറയുന്നത്. ഹൂ എന്തൊരു ചൂടാണെന്ന് പറയും. ഹീ എന്ന് പറയണത് ഒന്നല്ലെങ്കിൽ എവിടെയെങ്കിലും കയ്യോ കാലോ ഒന്ന് ഇറങ്ങുമ്പോൾ അറിയാതെ സൗണ്ട് വരും, എന്നൊരു സൗണ്ട് വരും ചതയിൻ്റെ ഒക്കെ. ഹൈ എന്ന് പറയുന്നത് അത്രയും വലിയ ആഹ്ലാദകരമായ എന്തെങ്കിലും എല്ലാം ഓട്ടിലേക്ക് അടിച്ച് കഴിഞ്ഞാൽ ഹാ അല്ലെങ്കിൽ അതിശയമായ എന്തെങ്കിലും സാധനം ഹാ എന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു സമയത്ത് തന്നെ നടക്കുകയാണ്. ഹാ ഹൂ ഹി ഹൈ. സന്തോഷവും വേദനയും സങ്കടവും ലോട്ടടിക്കലടിക്കലും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ള ദിക്റാണ് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ പരിഹാസത്തിനും പരിഹാസ രൂപേണമുള്ള മറുപടി എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ വേറൊരുത്തൻ്റെ ചോദ്യം, ചോദ്യങ്ങളുടെ ഒരു ദിവസം ഞാൻ പോയിട്ടുണ്ട്. നിതീഷ് എന്താണ് 40 വട്ടം ജനാപത്തുണ്ടായവരെ 40 വട്ടം ഒരു രാവ് കുളിച്ചോ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്താണ്? പുള്ളിക്ക് 24 hours ഇത് തന്നെയായിരുന്ന പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞ അതിന് മുമ്പ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എൻ്റെ കണ്ണ് എപ്പോഴും ലൗഹിൽ അതെന്നോവർ. അതിൻ്റെ മുമ്പിലൊരു ട്യൂട്ടോറിയൽ കോളേജായിരുന്നു, നിറച്ച് പെണ്ണുങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 40 വട്ടം ജനാപത്തുണ്ടാകും, 40 വട്ടം കുളിക്കേണ്ട വരും. പക്ഷെ നമുക്ക് 3 നേരം തന്നെ കുളിക്കാൻ സമയം കിട്ടാറില്ല, നമ്മൾ തളർന്നു പോകും. പക്ഷെ അത്രയും പവർഫുള്ളാണ് അവർ. അപ്പോൾ അവരുടെ കഴിവിന് നമുക്ക് കഴിവില്ല. അപ്പോൾ ഈ പരിഹാസികളോട് പരിഹാസ രൂപത്തിലല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്താണ് അതിൻ്റെ പൊരുളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പൊരുളിൻ്റെ വിശദീകരണങ്ങൾ
അള്ളാഹുവിൻ്റെ നാമങ്ങൾ 99ആണ്. ആ 99 നാമങ്ങൾക്ക് 99 പേരാണ്. ആ 99 പേരിന് 99 അല്ല, അതിനേക്കാളേറെ അർത്ഥങ്ങളും പര്യായങ്ങളും ഒരുപാട് പര്യായങ്ങളുണ്ട് ഒരു വാക്കിന്. മജീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മജീദ് കൊള്ളാം. ആ മജീദ് എന്ന് പറയുന്ന വാക്കിന് തന്നെ 2 അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ ജബ്ബാർ എന്ന് പറയുന്നതിന് തന്നെ 2 അർത്ഥങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാത്തിനും വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥങ്ങളിലൂടെയാണ് ഇതിനെ അപ്പോൾ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ക്ഷമ വേണം. ഇപ്പോൾ നമ്മുടെ ചാനലുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബ് വാർത്തകൾ ഇങ്ങനെ ചവറ് പോലെ വരും. എല്ലാവരും ഹെഡിങ്ങാണ് നോക്കുന്നത്. എന്താണ് എങ്ങനത്തെ ഒരു ഹെഡിങ് ഇട്ടാലാണ് ആളുകൾ ഇതിലേക്ക് ചാടി കയറുള്ളൂ. പണ്ട് മീൻ പിടിക്കാൻ പോകുമ്പോൾ മീനെ കിട്ടാൻ വേണ്ടി ഏത് തരത്തിലുള്ള നമ്മൾ ഞാനുള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പുഴയിലേക്ക് ഇടുമ്പോൾ മീൻ കൊത്തില്ല. കുറേ വല്ല ഉണക്കിച്ചെമ്മീൻ, മറ്റത് പാറ്റ, ഇങ്ങനെയുള്ള സാധനമൊക്കെ ഇടാൻ പറയും. ഓരോ സാധനത്തിനെ പിടിക്കാനായിട്ട് ഓരോ ഐറ്റം ഇടാൻ പറയും. പിന്നെ അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇരയിടല്ലേ. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള ഇര ഇട്ടിട്ടാണ് അള്ളാനെ പിടിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇവിടെ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ്, ഖാദിയാനി, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ആകെ റസൂലുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് വിഷയം. ഇതാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന, ഉള്ളിൽ പോയിരിക്കുന്ന അഴുക്കുകളെ, അങ്ങനെ ഭക്ഷണത്തിലൂടെ വരുന്ന അഴുക്കുകളെയൊക്കെ ശരീരം പുറന്തള്ളും ഓട്ടോമാറ്റിക്കായിട്ട്. പക്ഷേ മനുഷ്യൻ്റെ പ്രവൃത്തി, അതായത് ഈ പറയുന്ന നമുക്ക് ശുദ്ധമായി കിട്ടിയ ആത്മാവിനെ അശുദ്ധമാക്കുന്ന പ്രവൃത്തികൾ വന്നിട്ടുണ്ടെങ്കിൽ ആ അശുദ്ധമായ അവസ്ഥയെ മാറ്റിയെടുക്കാൻ വേണ്ടി, വീണ്ടും ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തി. കാരണം മുഷിഞ്ഞ ഒരു വസ്ത്രം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അതിനെ സോപ്പിട്ട് എടുക്കുന്നത് പോലെ നമ്മൾ പൊതുവെ സോപ്പിടുക എന്ന് പറയുന്നത് ഒരു കാര്യം നടക്കാൻ. അപ്പോൾ അതുപോലെ തുണിയിൽ അഴുക്ക് പോകാൻ വേണ്ടി ഒരു സോപ്പിടലാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അഴുക്ക് പോകാനായിട്ടൊരു സോപ്പിടലാണ്. അതുപോലെയാണല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 2 മലക്കും ഇരിപ്പുണ്ട്, റക്കീബും അത്തീബും. അപ്പോൾ ഈ റക്കീബിനോടും അത്തീബിനെയും സോപ്പിട്ടാലേ ഇപ്പോൾ കാര്യം നടക്കുള്ളൂ. 2 പേരും ഫ്രണ്ട്സാണ്. അപ്പോൾ റക്കീബും ഹത്തീബും, നന്മയും തിന്മയും എഴുതുന്ന മലക്ക് നിൻ്റെ ശരീരത്തിൽ നിന്നാണ് പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ഒരാളെടുത്ത് നമ്മൾ ചെയ്യുന്ന തിന്മകൾ മൊത്തം എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. പണ്ടൊരാൾ എന്നോട് ചോദിച്ചു, ഈ മോഹൻലാലിൻ്റെ ഒരു സൈഡ് താന്നിരിക്കണം എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പുള്ളി തിന്മകൾ കൂടുതൽ ചെയ്യുന്നതുകൊണ്ടിട്ട് അവിടെ എഴുതി ഭാരം കൂടിക്കൊണ്ട് ഒരു സ്ഥലത്ത് അനുഭവിക്കും. അപ്പോൾ ഒരാൾ വെച്ച് മമ്മൂട്ടി ഇടത്തേക്കായി കൊടുക്കണം. ഞാൻ പറഞ്ഞു, പുള്ളിയിലേക്ക് തന്നെ ഇടത്തൊക്കെ പുള്ളി കൈകൊണ്ട് കുറഞ്ഞ കളയാനാണ് പറഞ്ഞു. പുള്ളി വലത്ത് റക്കീനും ഇടത്ത് അത്തീബും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇടത്തെ ഭാഗം തൂങ്ങി ഈ പറഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ അതിങ്ങനെ മമ്മൂട്ടി ഇപ്പോഴും കുറഞ്ഞോളി കളയും. മോഹൻലാൽ എപ്പോഴും അത് നിറച്ചിട്ട് പിന്നെ നടക്കാൻ വേണ്ടിയിട്ട് ചരിഞ്ഞ് കിടക്കണം എന്ന് പറഞ്ഞ പോലെ ഓരോ ആൾക്കാരുടെയും ഓരോ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ആത്മീയത പറഞ്ഞിരിക്കുമ്പോൾ ഈ ആത്മാവ് ഇങ്ങോട്ട് ശുദ്ധമാണ്. നമ്മളിപ്പോൾ രോഗത്തിന് അടിമയായിരുന്നു കുറച്ച് നേരത്തെ. ജലദോഷം, തുമ്മൽ, തലക്ക് പെരുപ്പ്, അങ്ങനെ കുറേ അസ്വസ്ഥതകൾ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഉള്ള വേസ്റ്റൊക്കെ കൂടി വാരിക്കൂട്ടി അങ്ങോട്ട് കത്തിച്ച് കളയാന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ചേർന്ന് നിന്നിട്ട് ആ വിഷയം നമ്മൾ ഈ അള്ളാഹിനെ കുറിച്ചിട്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തുള്ള ഈ സാധനം കംപ്ലീറ്റ് ചാടി പുറത്തോട്ട് പോകും. എല്ലാം പുറത്തോട്ട് ചാടിപ്പോകും. പക്ഷെ ഇത് കേൾക്കാനുള്ള സമയം വേണ്ടേ? ഇരിക്കാൻ സമയം വേണ്ടേ? പറയാൻ സമയം വേണ്ടേ? പറയാൻ ഞാനുണ്ട്, ഇരിക്കാൻ അവിടെ ആൾക്കാർ, ഇരിക്കാൻ ആളുകളുണ്ടെങ്കിലാണ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിരിക്കുന്നുണ്ട്, രാത്രി മുഴുവൻ ഇരിക്കുന്നുണ്ട്, ഞാൻ എന്നോട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹ് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്, ഭയങ്കര സ്നേഹമുള്ള ആളാണ്. കാശ് വെച്ച് തരൂല, പിശിക്കും. കാശിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര പിശിക്കും. അപ്പോൾ തന്നെ എന്തല്ല പയ്യെ തരുള്ളൂ. നമ്മൾ ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും വെച്ചാൽ അള്ളാഹ് പിശിക്കുകയാണ് തന്നെ. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ജലദോഷവും പനിയും ശരീരത്തിൽ നിർബന്ധം അത് വേഗം കൊടുത്തു തന്നു പുള്ളിക്കാരൻ. അതിനൊരു താമസവും വന്നില്ല, പെട്ടെന്ന് തന്നെ സാധനം നന്നതാണ്, നീ എടുത്തോ.
അത്രയും എളുപ്പത്തിൽ നമുക്ക് പ്രശ്നം മാറ്റി തന്നില്ല. അതാ രസം. അപ്പോൾ ഇതിനെയൊക്കെ 2-3 തരത്തിലൊക്കെ നമുക്ക് ഓരോ കാര്യത്തിനെയും നമുക്ക് 2-3 തരത്തിൽ കാണാം. ഒന്ന് ധൃതി, മനുഷ്യൻ്റെ ധൃതിയുള്ള മനുഷ്യരാണ്. ഖുർആനിലും പറയേണ്ടത് മനുഷ്യനെ ഒരു ധൃതിയുള്ള കൂട്ടത്തിലാണ് പടച്ചിരിക്കുന്നത്. അപ്പോൾ കുതിരേനെ കണ്ടല്ലോ, കുതിര ഇങ്ങനെ ഏത് കുതിരേനെ മെരുക്കിയെടുക്കുക എന്ന് പറയും. ആ കുതിരേനെ ആദ്യം ചെന്ന് പിടിക്കാൻ അതിങ്ങനെ ചാടി പണ്ടാറുടെയും അതിനെ പിന്നെ അയാൾ പറയണ രീതിയിലേക്ക് ആക്കി കിട്ടാനായിട്ട് എന്തോരം പണിയെടുക്കുന്ന അയാൾ അല്ലേ. ഏതൊരു സാധനമായിട്ട് ഇണങ്ങി കിട്ടാൻ വലിയ പാടാണ്. ഇണങ്ങി കഴിഞ്ഞാൽ പിന്നെ ഹാപ്പിയായി, പിന്നെ സുഖമായിട്ട് അങ്ങ് പോയിക്കോളും. അപ്പോൾ അള്ളാനെ ഇണക്കിയെടുക്കണം. അള്ളാനെ ഇണക്കിയെടുക്കാതെ നമ്മളിപ്പോൾ കുതിരയാണ് അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഇതൊക്കെ എന്ത് സാധനം, ഇതിൻ്റെ പുറത്തൊക്കെ ഞാൻ സിമ്പിളായിട്ട് ചാടി കയറുമെന്ന് പറഞ്ഞാൽ കുതിരക്കൊല്ലം മനസ്സിലാവും. ചാടി കയറാൻ ചിലപ്പോൾ പുറംകാലടിക്കും പ്രായത്തിൽ കഴിഞ്ഞ്. അപ്പോൾ ആദ്യം അതിനെ ഇണക്കിയെടുക്കുക. അപ്പോൾ അള്ളാനെ ഇണക്കിയെടുക്കണം. അള്ളാനെ ഇണക്കാനായിട്ട് ഇപ്പം എന്ത് ചെയ്യും, നല്ലൊരു ട്രെയിനർ ആവശ്യമാണ്. ഒരു ട്രെയിനർ ഇല്ലാണ്ട് നമ്മൾ ഓടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പുറംകാലടിക്കും. അപ്പോൾ ഒരു ട്രെയിനിങ് മാഷ് വേണം. അപ്പോൾ ട്രെയിനിങ് മാഷിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ കുതിരകളെ സമീപിക്കുമ്പോൾ നമുക്ക് വളരെ സുഖകരമായിട്ട് കാര്യങ്ങൾ. അപ്പോൾ എന്നതുപോലെ ഈ അള്ളാനെ ഇണക്കിയെടുക്കാനായിട്ട് അള്ളാഹ് തന്നെ നമുക്ക് ഭൂമിയിൽ തന്നേക്കുന്ന ട്രെയിനിങ് സെൻ്ററുകളാണ് ഈ സൂഫി സെൻ്ററുകൾ. അതിൻ്റെ ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെന്നിട്ട് നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങാൻ ചെല്ലുമ്പോൾ ഒറിജിനലി, പണ്ട് ഞാൻ കട നടത്തിയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടുള്ള അറിവാണ്, ഞാൻ കണ്ടിട്ടൊന്നുമില്ല സാധനം. ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആ കാലത്തൊക്കെ വരുന്ന ആൾക്കാർ പറയും കോബ്ര, പോലീസ്, ഇങ്ങനെയൊക്കെയുള്ള സ്പ്രേയിനെ കുറിച്ചൊക്കെ പറയും. ഇതൊക്കെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഈ കട തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ തൃശ്ശൂർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഈ കടയിൽ പോലീസ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കോബ്ര, പോലീസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച്, അത് ശരി, ആ സാധനമൊക്കെ ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ കുപ്പിയൊക്കെ ഒരു വ്യത്യാസമില്ല, എല്ലാം നാച്ചുറലായിട്ടുള്ള കുപ്പികളാണ്. അപ്പോൾ ഒറിജിനൽ സാധനം ഞാൻ വാങ്ങിച്ചു അവിടെ നിന്ന്, കടയിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ കടയിൽ കൊണ്ടുവന്ന് ഞാൻ വെച്ചിട്ട് ഒരാൾ വന്ന് കയറി, ഇത് പോലീസ്, ഇതൊക്കെ എവിടെ കിട്ടി? ഞാൻ അതൊക്കെ കിട്ടി. ഞാനും ഭയങ്കര ഷോയിൽ പറയുന്നു, അതൊക്കെ കിട്ടി. അപ്പോൾ അയാൾ എന്നോട് ഇത് ഒറിജിനലാണോ? ഞാൻ ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും. പിന്നെ ഇതിന് ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഉണ്ട്. എന്നിട്ട് അയാൾ എന്നെ എടുത്ത് നോക്കിയിട്ടാണ് മേഡ് ഇൻ ഇതുണ്ടോ, നിങ്ങളൊന്ന് നോക്കി, ഇതെന്താ എഴുതിയാങ്ങളാന്ന് നോക്കി. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് മേഡ് ഇൻ ജപ്പാനാണ് ഞാൻ വായിച്ചത് അവിടെ നിന്ന് കടയിൽ നിന്ന്. കാരണം എൻ്റെ ധൃതി കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ വായിച്ചത്. പക്ഷെ ഞാൻ സമാധാനത്തിൽ നോക്കിയപ്പോൾ മേഡ് ഇൻ ജയ്പ്പാൻ എഴുതിയേക്കണം, ഒരു അയ്യ കിടക്കണം, ജയ്പ്പാൻ. എന്നാൽ നോക്കുമ്പോൾ ജപ്പാൻ നോക്കും, ഒരു അയ്യ അതിൻ്റെ ഇടയിൽ കയറ്റിയിട്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പം എന്നതുപോലെ അബദ്ധങ്ങൾ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ സൂഫിസത്തിൽ. ഒരാൾ എൻ്റെ അടുത്ത് ഇപ്പോൾ വാട്സപ്പിൽ ഇങ്ങനെ ചോദിച്ചു, ഈ മറ്റേ നമ്മുടെ കമാലിയത്ത് ചാനലിൻ്റെ അകത്ത് ഒരാളിങ്ങനെ ചോദിച്ചു, ഈ അള്ളാഹുവിനോട് എനിക്ക് ഭയങ്കരമായിട്ടൊന്ന് അടുക്കണം, അള്ളാഹുവിനെ ഒന്ന് അറിയണം. അപ്പോൾ അതൊന്ന് അറിയാനായിട്ട് അത്രയ്ക്കും പവർഫുള്ളായ വല്ല ആത്മീയ ഗുരുക്കന്മാരുണ്ടാകുന്ന പുള്ളിയുടെ ചോദ്യം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് മറുപടി അയച്ചു, അള്ളാഹുവിനെ അറിയണം, അത് നല്ലതാണ്. അപ്പോൾ അത് വായിച്ചു പഠിച്ചല്ല, അനുഭവിച്ചാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുക, റസൂലിൻ്റെ കൂടെ നടന്ന ഏതെങ്കിലും ഒരു സഹാബത്തിനെ ആദ്യം ഒന്ന് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു സഹാബത്തിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ സഹാബത്തെ അനുഭവിച്ച പ്രയാസങ്ങളിൽ ഒരു അംശം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെന്ന് ആദ്യം ഒന്ന് പരിശോധിച്ചറിയും. അത് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കാൻ പറഞ്ഞു. എല്ലാവരുടെയും വിചാരം അള്ളാഹ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണെന്നാണ്. ഈ ഔലിയാക്കന്മാരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ മനുഷ്യരാണ്, അവരെ മനുഷ്യരായിട്ടാണ് കാണണം. അള്ളായിട്ട് ഇപ്പോൾ മനുഷ്യനെ കാണാൻ പറ്റില്ലല്ലോ.
അപ്പോൾ വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല. അള്ളാഹുവിനെ അറിയിപ്പിച്ച് തരുന്നവരും എന്താ പറയുക, റസൂൽ അറിയിപ്പിച്ച് തരുന്ന ആളാണ്. റസൂലിന് വരുന്ന മെസ്സേജുകൾ ആണ് റസൂൽ പറഞ്ഞത്. അപ്പോൾ റസൂല് ഇൽമു പഠിച്ചിട്ടില്ല. ഇങ്ങോട്ട് വരുന്ന മെസ്സേജ് അല്ലേ, അദ്ദേഹത്തിന് മെസ്സഞ്ചർ എന്നാണ് പറയുന്നത്. നിങ്ങൾ ആളുകളോട് പറയുന്നവരാണ്, അല്ലയോ നബിയെ താങ്കൾ പറയുക, പറയാനാണ് പറയുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് വരുന്ന കാര്യം പറയുന്നവരാണ് ആര്? പ്രവാചകൻ. അപ്പോൾ ഉള്ളിൽ വന്ന കാര്യം പറഞ്ഞു, കേൾക്കാവുന്നവരും കേട്ടവരും കേൾക്കാത്തവരും ഒക്കെ ഉണ്ടായി. അപ്പോൾ അവിടെ പറയലാണെങ്കിൽ, ഇവിടെ പറയൽ തന്നെയാണെങ്കിലും, ഇവിടെ ഈ സൂഫികളുടെ അരികിലേക്ക് വരുന്ന ഒരാൾ കേൾക്കാൻ വരുന്നവനുണ്ട്, അറിയാൻ വരുന്നവനുണ്ട്. കേൾക്കാൻ വരുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് സംസാരം കേട്ടങ്ങോട്ട് പോകാം. പക്ഷെ അറിയാൻ വരുന്നവൻ അവിടെ ഇരിക്കേണ്ടവർ, അനുഭവിക്കേണ്ടവരും, അവനെ അനുഭവിപ്പിച്ചിട്ട് അറിയിക്കുള്ളൂ. അപ്പോൾ അവനിക്ക് ആദ്യം വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനും സന്തോഷമുള്ളവനായിരുന്നു, പണമുള്ളവനായിരുന്നു, കാശൊക്കെ മുടങ്ങാതെ കിട്ടുന്നവനായിരുന്നു, നല്ല വീടുള്ളവനായിരുന്നു, നല്ല കുടുംബ ബന്ധങ്ങളുള്ളവനായിരുന്നു, ഒരു കല്യാണം വന്നാൽ കല്യാണ വീടുകൾ മുടങ്ങാതെ എല്ലാ വീട്ടിലും കയറി നടക്കുന്നവനായിരുന്നു. പക്ഷേ ഈ സൂഫീനെ വന്ന് പരിചയപ്പെട്ട് അള്ളാഹിനെ അറിയാൻ ശ്രമിച്ചതോടുകൂടി ഇവൻ്റെ ഈ അങ്ങോട്ടുള്ള പോക്കൊക്കെ കുറയാൻ തുടങ്ങും. അള്ളാഹിനെ അറിയാൻ തുടങ്ങിയവൻ, പക്ഷെ അങ്ങോട്ടുള്ള യാത്രകൾ കുറഞ്ഞു. അപ്പം ഇങ്ങനെ യാത്രകൾ കുറഞ്ഞു വരുമ്പോഴത്തേക്ക് മുമ്പുള്ള ആ വ്യക്തി ഇപ്പോൾ വേറെ ലെവലായി. മുമ്പ് അവൻ എല്ലാ കല്യാണ വീട്ടിലും വന്നിട്ടുണ്ട്, ഇപ്പോൾ അവനെ കാണുന്നില്ലല്ലോ ബന്ധുമിത്രാദികൾ. പിന്നെ അവനോട് ചോദ്യം, നീ എന്താണ് വരാത്തത്? പിന്നെ നാട്ടിലൊരു സംസാരവും, ഇവനിപ്പോൾ ഏതൊരു ഉസ്താദിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, അതിന് ശേഷം ഇവൻ ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ മോനെ ചീത്തയാക്കിയെന്നാണ് പറയുന്നത്. എൻ്റെ മോൻ നന്നായി എന്നല്ല, എൻ്റെ മോൻ ചീത്തയായി. കാരണം എന്താ, എല്ലാ ബന്ധു വീട്ടിലും ഓടി വരുന്നുണ്ട്, എല്ലാവരോടും സൊറ പറഞ്ഞുകൊണ്ടിരുന്നവനാണ്. ഇപ്പോൾ അവൻ സൊറ പറയാൻ വന്നില്ല, ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങളിലൊന്നും അവൻ വന്നില്ല, അവൻ എപ്പോഴും ആ സ്ഥലത്താണ്. അപ്പോൾ അവൻ കള്ളു കുടിക്കാനുള്ള, അവൻ വേറെ മോശത്തരത്തിന് പോലുള്ള, അവൻ അതൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അള്ളാഹുവിനെ അറിയാൻ ശ്രമിക്കുന്നവൻ അനുഭവിക്കാൻ തയ്യാറാണ്. അപ്പോൾ അനുഭവിക്കാൻ തയ്യാറല്ലാത്തവനെ അള്ളാഹിനെ ഒരിക്കലും അറിയാൻ പറ്റില്ല. അള്ളാഹിനെക്കുറിച്ച് പറയാൻ പറ്റും, ഒരുപാട് പറയാം, വെറുതെ വർണ്ണിക്കാം. അത് വെറുതെ ഊഹങ്ങൾ കൊണ്ടുള്ള വർണ്ണിക്കലാണ്. അതാണ് ഇന്നത്തെ ചാനലുകൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാം അങ്ങോട്ട് വർണ്ണിക്കലാണ്. ഇപ്പോൾ ഒരു കേസ്, ഒരു കൊച്ചിനെ കിണറ്റിലേക്ക് എറിഞ്ഞ വിഷയം വന്നപ്പോൾ തന്നെ എന്തെല്ലാം കഥകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇതിൽ ഏതാ സത്യം എന്നിപ്പോൾ എങ്ങനെ അറിയും? ആങ്ങള പെങ്ങളോട് കാമുകനും, പെങ്ങൾക്ക് ആങ്ങളയോട് കാമുകനും, അതൊരു വിഷയം. രണ്ടാമത് പറയുന്നത് ജ്യോത്സ്യൻ ആണ് ആ നരബലിക്ക് പോയിട്ടുണ്ട്, അങ്ങനെ ഒരു കഥ. അങ്ങനെ ആ ഒരു ചെറിയ സംഭവത്തിനെ വലിയ സംഭവമാക്കി മാറ്റി. എന്നിട്ടും പോലീസുകാർക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഇവിടുത്തെ മീഡിയക്കാർക്കൊക്കെ ഒരു അവരവരുടേതായ കാഴ്ചപ്പാടിലുള്ള ഉത്തരങ്ങൾ കിട്ടി. അപ്പോൾ ഊഹക്കച്ചവടമാണ്. ഊഹക്കച്ചവടത്തിൻ്റെ ലോകത്താണ് എല്ലാ മനുഷ്യനും ജീവിക്കുന്നത്. അപ്പോൾ മനുഷ്യന് സന്തോഷം കിട്ടുന്ന വാക്കുകൾ, എന്താ സന്തോഷം കിട്ടുന്നത്? അവിടെയാണ് ഈബത്ത് നമീമത്ത് എന്ന് പറയുന്ന വാക്കുകൾ കിടക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, മൊത്തം ആളുകൾ എടുത്ത് നോക്കി ഈബത്ത് നമീമത്ത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇവരൊക്കെ മുസ്ലിങ്ങളാണ്. ഇല്ലാത്ത കാര്യങ്ങൾ കേട്ട് സന്തോഷിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ വലിയ സന്തോഷം. കുറേ കഴിഞ്ഞിട്ട് അത് സത്യം അങ്ങനെ എല്ലാവരും ഇടന്നറിയുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഒരു വിഷയം നോക്കുമ്പോൾ അതിജീവിതം എന്ന് പറയുന്നു. ഒരു കുഴപ്പം പിടിച്ച പെണ്ണ് കുഴപ്പം കാണിച്ചിട്ട് കുഴപ്പത്തിലായി കഴിഞ്ഞാൽ അവളിങ്ങനെ അതിജീവിതം എന്ന് വിളിക്കും. അതിസാഹസികത എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതിജീവിതം എന്ന് പറയുന്നില്ല, അതിസാഹസികത കാണിച്ച പെണ്ണെന്ന് പറയാൻ പറ്റും. അതിജീവിതം എന്ന് പറയാൻ പറ്റില്ല. അതിജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടും അതിൽ നിന്ന് കരകയറി വന്ന് അതിനെ നേരിടാനുള്ളൊരു മനസ്സുണ്ടായ പെണ്ണിനാണ് അതിജീവിതം എന്ന് പറയുന്നത്. പക്ഷേ ഒരു അഴുക്കുചാലിലേക്ക് എടുത്ത് ചാടിയിട്ട് അഴുക്കി കിടന്ന് നീന്തി മറിഞ്ഞ് സ്വയം നശിച്ചിട്ട് അതിനെ അതിജീവിതം എന്ന് വിളിക്കും. അത് അതിനോട് യോജിച്ചവളാണ്, അഴുക്കിനോട് യോജിച്ചവളാണ്, അവളെ അതിജീവിതം എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആരെക്കുറിച്ച് എങ്ങനെ പറയണമെന്ന് ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. ഇവിടെ എല്ലാവർക്കും തുല്യരാശിയാണ്, വ്യത്യസ്തതയില്ല ക്ലാസ്സുകൾക്ക്. എൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞാൻ വ്യത്യസ്തനാവും, എനിക്ക് എൻ്റേതായ ഒരു ക്ലാസ് നിങ്ങൾ തരും. ഇവിടെ എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്.
അപ്പോൾ ഈ ഗ്ലാസ് തന്നിട്ട് ആ ഗ്ലാസ് തന്ന് ആ ഗ്ലാസ് തന്നു. ഇപ്പം എല്ലാവരും ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരുപോലെ തന്നെ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിങ്ങളെങ്ങനെ വ്യത്യസ്തരാക്കും? എല്ലാത്തിലും ഒരേ ഘട്ടങ്ങൾക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഒന്നിലും മധുരം കൂടി ഒന്നിലും മധുരം കുറഞ്ഞിട്ടുമില്ല. ഞാൻ കയ്പ്പാണെങ്കിൽ നിങ്ങൾക്ക് കയ്പ്പ് തന്നെ അനുഭവിക്കുള്ളൂ, മധുരമാണെങ്കിൽ മധുരം അനുഭവിക്കുള്ളൂ. എന്താണോ അത് നമ്മളെല്ലാവരും തുല്യമായിട്ട് അനുഭവിക്കണം അല്ലേ, വ്യത്യസ്തതയില്ല. അപ്പോൾ എൻ്റെ മുമ്പിൽ വരുന്ന എല്ലാവരും തുല്യരായിരിക്കണം. അവിടെ വേർക്കാഴ്ചയില്ല. ഇത് കൊള്ളാം, അത് കുറവാണ്, അങ്ങനെയല്ല. തള്ളയൊന്നുമില്ല, പുള്ളയൊന്നുമില്ല, ഒന്നുമില്ല. എല്ലാം ഒന്നാണ്. എല്ലാം ഒന്നായി കാണുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പാടുമാണ്. പറയാൻ എളുപ്പം കഴിയും, കൊണ്ടുവരാൻ പാടാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കിനെ അടിച്ച് പുറത്താക്കാനുള്ള ഏറ്റവും നല്ല ദിക്കറാണ് ഹാ ഹൂ ഹി ഹൈ. അത് അതിൻ്റേതായ ഒരു സ്വരശുദ്ധിയോടുകൂടി അതിൻ്റെ മനസ്സിലാക്കലോടുകൂടി അത് നമ്മൾ ചെല്ലുമ്പോൾ മനസ്സിലാക്കി തരണം. അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുക.